الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു നമുക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രയാസത്തിലിരിക്കുന്ന ഒരു അവസ്ഥയിൽ മഹാനായ കഅബ് ബിൻ ഉജ്റ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണുകയാണ്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ കാരണം കഅബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2-3 ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തതിന്റെ, വിശപ്പനുഭവിക്കുന്നതിന്റെ പ്രയാസമാണ്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു നേരെ ചെന്ന് ഒരു ജൂതനായ മനുഷ്യന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വെള്ളം കോരിക്കൊടുക്കാം എന്നു പറഞ്ഞ് ജോലിയിലേർപ്പെട്ട് ഓരോ ബക്കറ്റ് വെള്ളം കോരുന്നതിനും
ഒരു ഈത്തപ്പഴം എനിക്ക് കൂലിയായി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ജോലി ചെയ്ത് കിട്ടിയ ആ ഈത്തപ്പഴവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് നൽകുകയാണ്. ആ സമയത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇത്രയധികം താങ്കൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? കഅബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ റസൂലേ, മാതാപിതാക്കളെക്കാൾ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. സ്വഹാബത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിന്റെ ഒരു ചരിത്രമാണിത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ ഏതാനും ചില ചരിത്രങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വരാൻ. ഹിജ്റ വരുമ്പോൾ ഒരുപാട് ആളുകൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ വാഹനമൃഗത്തെ പിടിച്ച്, നബിയെ എന്റെ വീട്ടിൽ താമസിക്ക എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അതിനെ വിട്ടേക്കൂ, അത് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അത് നിൽക്കേണ്ട സ്ഥലത്ത് അത് പോയി നിൽക്കും. അവിടെ എത്തിയപ്പോഴും അവിടെയുള്ള ആളുകൾ പറഞ്ഞു, റസൂലേ, ഇവിടെ ഞങ്ങളുടെയൊക്കെ വീടുകളുണ്ട്, എന്റെ വീട്ടിൽ ഓരോരുത്തരും പറഞ്ഞു. അതിനിടയിൽ മഹാനായ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹനത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ യാത്രാ സാമഗ്രികൾ എടുത്ത് തന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഐന റഹ്ലി, എന്റെ യാത്രാ സാമഗ്രികൾ എവിടെയാണ്? അപ്പൊ അവര് പറഞ്ഞു, ഖാലു ഇഹ്തമലഹു അബു അയ്യൂബ് ഇലാ ബൈത്തി. അത് അബു അയ്യൂബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അൽ മർഉ മഅ റഹ്ലി, ഒരു മനുഷ്യൻ അയാളുടെ യാത്രാ സാമഗ്രി എവിടെയാണോ അവിടെയാണ് താമസിക്കുക. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബു അയ്യൂബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ നോക്കൂ നിങ്ങൾ, നബിയെ എന്റെ വീട്ടിൽ കിട്ടണം എന്ന് ആഗ്രഹിച്ച ആ സ്വഹാബി ചെയ്തൊരു തന്ത്രം. മറ്റൊരു ചരിത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ ഒരാൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വസ്ത്രം സമ്മാനമായി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ വസ്ത്രം ഏറെ ഇഷ്ടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ച് സ്വഹാബത്തിന്റെ ഇടയിലേക്ക് വന്നപ്പോ അവർക്കും ആ വസ്ത്രത്തിൽ നല്ല കൗതുകം തോന്നി. ആ സമയത്ത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, റസൂലേ, ഈ വസ്ത്രം എനിക്ക് തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദ്ദേഹത്തിന് അഴിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മാറിപ്പോയപ്പോ സ്വഹാബത്ത് പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ഒരിക്കലും ശരിയായില്ല. ലഖദ് അലിംത അന്നഹു ലാ യറുദ്ദു സായില, നിങ്ങൾക്ക് അറിയില്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് പിന്നെ കൊടുക്കാതിരിക്കൂലാൻ താങ്കൾക്ക് അറിയില്ല, എന്തിനാ നിങ്ങളത് ചോദിച്ചത്? ആ സമയത്ത് ആ മനുഷ്യന് പറയാണ്, ഫഖാല റജുൽ വല്ലാഹി മാ സഅൽതുഹു, അള്ളേണെ ഞാനതെന്റെ റസൂലിനോട് ചോദിച്ചിട്ടില്ല, ഇല്ലാ ലിതകൂന കഫനി യൗമ അമൂത്ത്, ഞാൻ മരിക്കണമെന്ന് അതായിരിക്കണം എന്റെ കഫംപുടവ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ റസൂലിനോട് അത് ചോദിച്ചിട്ടില്ല. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹാബി സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഫകാനത്ത് കഫനു, അതായിരുന്നു ആ സ്വഹാബി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ കഫംപുടവ. നോക്കൂ നിങ്ങൾ, മണ്ണിലേക്ക് പോകുമ്പോഴും റസൂല് കൊടുത്ത വസ്ത്രത്തോട് ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിച്ച സ്വഹാബത്ത്. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനവട്ട ഒരുക്കത്തിൽ സൈന്യത്തെ അണിയായി നിരത്താൻ ആ സമയത്ത് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു കുറച്ചൊന്ന് മുന്നിലേക്ക് കയറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തൊരു വടിയുണ്ട്. ആ വടി കൊണ്ട് അദ്ദേഹത്തിന്റെ വയറ്റിൽ തട്ടിയിട്ട് പറഞ്ഞു, ഇസ്തവിയ സവാദ്, സവാദെ നേരെ നിൽക്ക്. ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല, യാ റസൂലല്ലാഹ്, ഔജഅതനി, നബിയെ എനിക്ക് നല്ല വേദനിച്ചിട്ടുടോ, നിങ്ങളെ പ്രവൃത്തി എന്നെ വേദനിപ്പിച്ചു, എനിക്ക് വയറുമ്പോ വേദന ഉണ്ടായി. റസൂലെ, നിങ്ങൾ അള്ളാന്റെ റസൂലല്ലേ, നീതി നടപ്പാക്കാൻ വന്ന ആളല്ലേ, എനിക്കിതിന് പ്രതികാരം ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു കൊടുത്തു.
വടി കയ്യിൽ കൊടുത്തു. തിരിച്ചു ചെയ്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് സബാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, നിങ്ങൾ തട്ടുമ്പോൾ എന്റെ ശരീരത്തിൽ ഡ്രസ്സില്ലല്ലോ, ഡ്രസ്സ് കയറ്റി തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം മാറ്റി വയറ് കാണിച്ചു കൊടുത്തു. സബാദ് റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂമേനിയിൽ ഉമ്മ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് സബാദ ഇങ്ങനെ ചെയ്തത്? സബാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹദറ മാദാ തറ ഫഅറത്തു അൻ യകൂന ആഖിറൽ അഹദി ബിക അയ്യമസ്സ ജിൽദി ജിൽദക്. റസൂലേ, സാഹചര്യങ്ങൾക്ക് അറിയില്ലേ, യുദ്ധാണല്ലോ. അപ്പൊ ഞാൻ ആഗ്രഹിച്ചു പോയി, അവസാനം നമ്മൾ തമ്മിലുള്ള ഈ ഒരു ചേർന്ന് നിൽക്കൽ, നിങ്ങളെ ശരീരത്തിലെ നിങ്ങളെ തൊലിയോട് എന്റെ തൊലിയൊന്ന് ചേർന്നുകൊണ്ട് എനിക്ക് വിട പറയണം എന്ന് തോന്നിയപ്പോ ഞാൻ ചെയ്തൊരു തന്ത്രമാണ് റസൂലേ. സഹോദരങ്ങളെ, ഇത് നബിയെ സ്നേഹിച്ച സ്വഹാബത്താണ് അല്ലെ? ജീവൻ മറന്ന് ചോദിച്ചതൊക്കെ കൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച സ്വഹാബത്തിന്റെ ചരിത്രമാണിത്. അതുകൊണ്ടാണ് മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന്റെ മുൻപ് പറഞ്ഞില്ലേ, മറഅയ്തു അഹദൻ യുഹിബ്ബു അഹദ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. ഒരാളും മറ്റൊരാളെ ഞാൻ സ്നേഹിക്കുന്നത് കണ്ടിട്ടില്ല. ഏതുവരെ? മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമാ യുഹിബ്ബു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. സഹോദരങ്ങളെ, ആ സ്വഹാബത്ത് നോക്കൂ നിങ്ങൾ. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, റസൂല് വന്ന കാലത്ത് മക്കയിലും മദീനയിലും അവരുണ്ടായി എന്നതുകൊണ്ട് അങ്ങ് സ്വഹാബി ആയതല്ല അവർ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ആരാണ് സ്വഹാബിമാർ? ഇഖ്താറഹുമുല്ലാഹു ലിസുഹ്ബതി നബിയിഹി. അല്ലാഹു തന്റെ റസൂലിന്റെ കൂടെ ജീവിക്കാൻ പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. അള്ളാഹ് തെരഞ്ഞെടുത്ത ഒരു സംഘാണ് അവർ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, അള്ളാഹു റസൂൽ നമ്മളോട് പറഞ്ഞെന്താണെന്നറിയോ? ആ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിക്കാനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 137 അള്ളാഹ് പറയാണ്, ഫഇന്നാമനൂ ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ഫൈൻ ആമനു, അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലി മാ ആമൻതും ബി, നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചോ അങ്ങനെ അവരും വിശ്വസിക്കുകയാണെങ്കിൽ, ഫഖദ് ഇഹ്തദൗ, അവർ നേർമാർഗത്തിലാകുന്നതാണ്. സ്വഹാബത്തെ, നിങ്ങൾ എങ്ങനെ അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചോ, വിശ്വാസികൾ എങ്ങനെ അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചോ അതുപോലെ വിശ്വസിക്കുന്നവരാണ് നേർമാർഗത്തിലാവുക. അതിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ അവരുടെ കക്ഷി മാത്സര്യം മാത്രമാണത്. നബിയെ, നിങ്ങൾക്ക് അല്ലാഹ് മതി അവരിൽ നിന്ന് സംരക്ഷണം നൽകാൻ. അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. ആ സ്വഹാബത്തിന്റെ വിശ്വാസം ആര് വിശ്വസിച്ചോ അവരാണ് നേർമാർഗത്തിലെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞില്ലേ, ഈ ഉമ്മത്ത് 73 വിഭാഗമാകും, എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. കേട്ടുനിന്ന സ്വഹാബത്ത് ചോദിച്ചു, ആരാണവർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയിലുള്ളവരാണ് സ്വർഗത്തിൽ. സഹോദരങ്ങളെ, ഇങ്ങനെ സ്നേഹിച്ച ഇവരുടെ മാർഗം സ്വീകരിക്കണമെന്ന് അല്ലാഹു റസൂൽ നമ്മെ പഠിപ്പിച്ച ഈ സ്വഹാബത്തിന്റെ മാതൃകയിൽ എവിടെയെങ്കിലും ഒരു നബിദിനാഘോഷം, ഒരു റാലി, ഒരു എക്സ്ട്രാ ഒരു പാട്ടുപാടൽ, ഒരു ഭക്ഷണ വിതരണം ഒന്നും ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ലല്ലോ. നോക്കൂ നിങ്ങൾ, 4 ഖലീഫമാർ, അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ റസൂലിന്റെ ഭാര്യാപിതാക്കളാണ്, അമ്മോശന്മാരാണ്. ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമക്കളാണ്. ചരിത്രത്തിൽ അവരോളം സ്നേഹിക്കാൻ മറ്റാർക്കാണ് സഹോദരങ്ങളെ കഴിയുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റയുടെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകുമ്പോ ഇടക്കിങ്ങനെ മുന്നിക്ക് നിൽക്കും, ഇടക്ക് പിന്നിക്ക് നിൽക്കും. റസൂൽ ചോദിച്ചില്ല, എന്താ അബൂബക്കർ നിങ്ങൾ ചെയ്യണത്? നബിയെ, മുന്നിക്ക് നിൽക്കുമ്പോ എനിക്ക് തോന്നുകയാണ് പിന്നിന്നാണോ ശത്രു വരാൻ, പിന്നിക്ക് നിൽക്കുമ്പോ എനിക്ക് തോന്നുകയാണ് മുന്നിന്ന് ശത്രു വരുമോ, അപ്പൊ ഞാൻ ചെയ്യാണ് റസൂലെ.
അങ്ങനെ സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എഴുന്നേറ്റപ്പോ, കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റപ്പോ ശരീരത്തിൽ ചില അടയാളങ്ങൾ കാണാൻ, കരഞ്ഞുകൊണ്ട് ഉമർ പറഞ്ഞില്ലേ, നബിയെ, കിസ്റയും കൈസറും ഒക്കെ എത്ര സന്തോഷത്തിലാ, നിങ്ങൾക്ക് ഞാനൊരു ബെഡ് ഉണ്ടാക്കി തരട്ടെ. ഉമർ താനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, നമുക്ക് പരലോകവും ഓലിക്ക് ദുനിയാവുമാണ്, നമുക്ക് സമാധാനിക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിദ്വാനിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരാവശ്യത്തിന് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതാ. ആ കരാറിൽ എല്ലാവരും ബൈഅത്ത് ചെയ്യുമ്പോ റസൂൽ തന്റെ വലത് കൈ ഉയർത്തിയിട്ട് പറഞ്ഞില്ലേ, ഹാദിഹി യദു ഉസ്മാൻ, ഇന്റെ ഈ കൈയുണ്ടല്ലോ, ഇത് ഉസ്മാന്റെ കൈയാണ് കേട്ടോ എന്ന് പറഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുന്ന വേളയിൽ താൻ കിടക്കുന്ന ബെഡിൽ ആര് കയറിക്കിടക്കുമെന്ന് ചോദിച്ചപ്പോ കിടക്കാൻ കൂട്ടാക്കിയ അലി റളിയല്ലാഹു അൻഹു, 4 ആളും കൂടിയിട്ട് 30 വർഷം ഇസ്ലാമിന്റെ ഭരണം നടത്തിയിട്ട് ഒരു ഗ്രാൻഡ് മീലാദ്, അർഫ മൈതാനിയിൽ ഒരു സംഗമം, ഒരു ഘോഷയാത്ര, ഒരു വിളംബരജാഥ, ഒരു മൗലീദ് പാരായണം, ഒരു മദ്ഹു പറച്ചിൽ, അന്നൊരു മദ്ഹു പ്രഭാഷണം. സഹോദരങ്ങളെ, ചരിത്രത്തിൽ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഈ ആഘോഷിക്കുന്ന ആളുകൾ തന്നെ പറയുന്ന 2 കാര്യമുണ്ട്. ഒന്നെന്തെന്നറിയോ? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്, അത് ഹിജ്റ 300 ശേഷം വന്നത്. സ്വഹാബത്തും താബിയകളും തബഅ താബിയകളും അടങ്ങുന്ന ആദ്യ തലമുറ കഴിഞ്ഞിട്ട് വന്നതാണ് മൗലീദ് എന്നാൻ. അതേ ആളുകൾ തന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്താ അറിയോ? ഏറ്റവും മൂല്യമുള്ള ഇബാദത്ത്, ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ളത്, 2 പെരുന്നാളിനേക്കാളും പുണ്യം ഇതിനാണെന്ന് പറയുമ്പോൾ ഇത് 2 ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും മൂല്യമുള്ള ഇബാദത്ത്, ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുള്ള ഇബാദത്ത്, 2 പെരുന്നാളിനേക്കാൾ വലിയ മഹത്വമുള്ള ഈ ഇബാദത്ത് അള്ളാന്റെ റസൂലിനോ സ്വഹാബത്തിനോ കിട്ടിയിട്ടില്ല. എന്നാൽ അള്ളാഹു ആ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞ എന്താ? റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹ്ക്ക് പോലെ ഇഷ്ടാണ്. സഹോദരങ്ങളെ, നമ്മൾ ആരെ മാർഗം സ്വീകരിക്കണം? ഇനി എവിടെ നിന്ന് ഇത് വന്നു? ഇത് വന്നത് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ പറഞ്ഞില്ലേ? പറയണം. എന്നാൽ ഈ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന, എന്നെങ്കിലും ഒരിക്കൽ മക്കയുടെ ഭരണം കിട്ടിയാൽ അബൂബക്കറിന്റെ, ഉമറിന്റെ റളിയല്ലാഹു അൻഹുമാ ഖബർ ഞങ്ങൾ പൊളിക്കും എന്ന് പ്രഖ്യാപിച്ച, ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുത്തി പരിക്കേൽപ്പിച്ച മനുഷ്യന്റെ ജാറം കെട്ടിപ്പൊക്കി ആരാധിക്കുന്ന ഷിയാക്കളിലെ ഏറ്റവും തീവ്ര വിഭാഗമായ ഫാത്തിമിയാക്കൾ കൊണ്ടുവന്ന ആചാരമാണ് നബിദിനാഘോഷം. അള്ളാന്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ ജീവൻ കൊടുത്ത റസൂലിനെ സ്നേഹിച്ച ആ സ്വഹാബത്തിനോട് ഒരു തരിമ്പ് ഇഷ്ടം സഹോദരങ്ങളെ നമുക്കുണ്ടെങ്കിൽ, അവര് പോണ സ്വർഗത്തേക്ക് പോകണം എന്നുള്ള ഒരു കൊതി മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ ആഘോഷിക്കാൻ കഴിയും സഹോദരങ്ങളെ? ഈ സവാദ് റളിയല്ലാഹുവിനെ പോലെയുള്ളവർ ആഘോഷിക്കാത്ത, ഈ കഅബ് ബിൻ ഉജ്റയെ പോലെയുള്ളവർ ആഘോഷിക്കാത്ത ഒന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും സ്വർഗത്ത് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ? ഈ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും അവർ കഴിഞ്ഞിട്ടാ ബാക്കി. ഒന്നാമത് അലി റളിയല്ലാഹുവിനെ എണ്ണാൻ പോലും പാടില്ല എന്നാണ്. 1 അബൂബക്കറൻ, 2 ഉമർ, 3 ഉസ്മാൻ, 4 അലി റളിയല്ലാഹു അൻഹും. അങ്ങനെ തന്നെ പറയണം എന്നാണ്. അതാണ് അവരുടെ ദറജ. ആ ദറജയുള്ള മഹാമനുഷ്യർ ദീനിന്റെ ഭരണം നടത്തിയിട്ട് ചെയ്യാത്ത ഒരു കർമ്മം എനിക്കും നിങ്ങൾക്കും സ്വർഗം വാങ്ങിത്തരുമെന്ന് വിചാരിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഈ ഷിയാക്കളുടെ വഴി സ്വീകരിച്ചാൽ, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് ആരോപണം പറഞ്ഞ, ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള വ്യഭിചാരാരോപണം അത് സത്യമാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന, സതി കാണിച്ച ആളുകളാണ് അബൂബക്കറും ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹും എന്ന് വിശ്വസിക്കുന്ന ഈ ഷിയാക്കൾ, അവരിലെ തന്നെ ഏറ്റവും തീവ്രമായ ആശയം കൊണ്ടു നടക്കുന്ന ഫാത്തിമിയാക്കൾ, ഉബൈദിയാക്കൾ, അവർ പടച്ചുവിട്ട ഒരു ആചാരത്തിന് കൊടി പിടിക്കേണ്ടവരാണോ ഞാനും നിങ്ങളും? അതിന് കൊടി പിടിക്കേണ്ടവരാണോ നമ്മുടെ മക്കൾ? അതിന് പായസം കൊടുക്കാനും നാരങ്ങ വെള്ളം കലക്കി കൊടുക്കാനും നോട്ടീസിന് സ്പോൺസർഷിപ്പ് കൊടുക്കാനും ഉള്ളവരാണോ നമ്മൾ? അത് നമുക്ക് സ്വർഗമാണോ തരുന്നത് എന്ന് സഹോദരങ്ങളെ ആത്മാർത്ഥമായി മനസ്സിനോട് ചോദിക്കണം. അള്ളാഹു നന്മയിൽ നിലനിൽക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഉണർത്തുകയാണ്,
വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയുടെ 34 അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും ന്യായമില്ലാതെ ജനങ്ങളുടെ സമ്പത്ത് തിന്നുന്നവരും ആ പണം വാങ്ങി ജനങ്ങളെ ദീനിൽ നിന്ന് തെറ്റിക്കുന്നവരുമാണ്. ഓരോ കാലത്തും അതിങ്ങനെ തെളിഞ്ഞു വരാൻ. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ മക്കയിൽ പോയ, മദീനയിൽ പോയ ആളുകളില്ല ഇവിടെ? മുടിയും പൊടിയും പാടെ കലർത്തിയൊരു വെള്ളം നിങ്ങൾ കുടിച്ചണോ മദീനയെന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിയാണെന്ന് പറഞ്ഞ് വർഷത്തിലൊരിക്കലൊരു പ്രദർശനം മക്കത്തും മദീനത്തും കണ്ടണോ നമ്മൾ? എന്നാൽ നമ്മുടെ നാട്ടിൽ ഗ്രാൻഡ് മീലാദ് പ്രഖ്യാപിച്ച് വർഷാവർഷം ഇത് പ്രദർശിപ്പിച്ച് ഏറ്റവും അവസാനം 1/2 സെന്റിമീറ്റർ കിട്ടിയതിനേക്കാൾ ആ മുടി വളർന്നിരിക്കുന്നു എന്നാണ് ഉസ്താദ് പ്രഖ്യാപിച്ചത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങനെയാണെങ്കിൽ 1500 കൊല്ലം അത് വളർന്നാൽ എത്ര വലുപ്പമുണ്ടാവും? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾക്ക് പവിത്രതയുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് സ്വഹാബത്ത് ബറക്കത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്, ബറക്കത്ത് എടുത്തിട്ടുണ്ട്. അഹ്ലു സുന്നയുടെ വിശ്വാസം ഇന്ന് ഒരിടത്തും റസൂലിന്റെ ഒരു അസറും ലഭ്യമല്ല എന്നാണ്. എന്നാൽ ആ മുടി തന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞ് അതിൽ റസൂലിന്റെ 1500 കൊല്ലം മുമ്പുള്ള ഉമിനീരിൽ ഇട്ട വെള്ളം കലർത്തി, റൗളയിലെ പൊടി കലർത്തി അത് വിൽപ്പന നടത്താൻ. ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ റസൂല് ജീവിച്ച, ആ റസൂലിനെ സ്വഹാബത്ത് കണ്ട മക്കയിലും മദീനയിലും അങ്ങനെ ഒരു വെള്ളത്തിന്റെ വിതരണമല്ല. അള്ളാഹു പറഞ്ഞത് എത്ര സത്യ. കാശു വാങ്ങി ആളുകളെ ദീനെന്ന് തെറ്റിച്ച് സ്വന്തം വളർച്ച മാത്രം ആഗ്രഹിക്കുന്നവർ, സഹോദരങ്ങളെ, പെട്ടുപോകാതിരിക്കാനുള്ള കാവൽ നമുക്കുണ്ടാവേണ്ടത്. ഓല അങ്ങനെ ആയതുകൊണ്ട് ഞാനും അങ്ങനെ ആയി എന്ന് പടച്ചോനോട് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് സത്യത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ, ചൂഷണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാവലും ശ്രദ്ധയും സഹോദരങ്ങളെ, വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടാകണം. ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആഘോഷങ്ങൾ ദീന് പറഞ്ഞെടുത്ത് നിൽക്കണം. എന്തിന്റെ പേരിൽ ആഘോഷിക്കുകയാണെങ്കിലും, ഏതെല്ലാം കാര്യങ്ങൾക്ക് ആഘോഷത്തിനുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു, സഹോദരങ്ങൾ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോകം, അവന്റെ സ്വർഗം, അവന്റെ നരകം, മരണത്തിനപ്പുറമുള്ള ജീവിതം, ഇതൊക്കെ ശ്രദ്ധിച്ചാകണം ആരാധന, അത് ശ്രദ്ധിച്ചാകണം ആഘോഷം. ആ പരലോകത്തെ വിൽക്കുന്ന ഒന്നിലും ഞാൻ ഉണ്ടാവുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. ചൂഷണങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞയെടുക്കുക. കാവലിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ തുണക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാനുള്ള രക്ഷയും കാവലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ പ്രയാസങ്ങൾക്ക് അള്ളാഹു പരിഹാരത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, രോഗത്തിന് പ്രയാസം അനുഭവിച്ച് സ്ട്രോക്ക് ബാധിച്ചൊരു സഹോദരി ഹോസ്പിറ്റലിലാണെന്ന് അറിയിച്ചു. അവരുടെ മക്കൾ ഇവിടെ ജുമാക്ക് പങ്കെടുക്കുന്നവരാണ്. അള്ളാഹു ആ സഹോദരിയുടെ രോഗത്തിന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരാളും തന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ രോഗവും അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ശാരീരിക പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ അള്ളാഹു നമ്മെ തിരിച്ചു വിളിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് മരണത്തെ സ്വീകരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്വഹാബത്ത് വിശ്വസിച്ച വഴിയെ വിശ്വസിക്കാൻ, അവർ ജീവിച്ച വഴിയെ ജീവിക്കാൻ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിന്റെ അർഹരാകാൻ, അഹ്ലുകാരാകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പലസ്തീൻ അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാഅക അഅദാഅ അദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.